തൊപ്പിന്ന് നിഹാദിൽക്ക് മാറണം എന്ന് തോന്നാൻ കാരണം എന്താ? അതിനൊരു ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റ് വരാനായിട്ട്. അതിനെന്താണ് കാരണം? സത്യം പറഞ്ഞാൽ ആ സമയത്ത് തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാൻ അല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുത്തൊരു 5-6 മാസം കഴിഞ്ഞ് തിരിച്ച് നിഹാദിലേക്ക് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നല്ല. അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോഴൊന്നും ഈ നിഹാദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിരിച്ചു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്തൊന്നും ആ ബ്രേക്കിലുള്ള 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒന്നും എൻ്റെ മൈൻഡിൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുറത്ത് വരണമെന്നൊന്നുമില്ല. ഞാൻ മൊത്തമായിട്ട് നിർത്തി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയതാണ്. പിന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ തൊപ്പിയല്ല ഇത് നിഹാദ് എന്നുള്ള പുതിയൊരു സാധനം ആൾക്കാർ പറയാൻ തുടങ്ങിയത്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിന്ന് നിഹാദിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറെ ഈ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ നിർത്തിയിട്ട് പോയതാണ്. പിന്നെ അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പം തൊപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ തൊപ്പിക്ക് വണ്ടീനോടുള്ള ക്രേസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം വണ്ടീനോട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ക്രേസ് ഇവിടെ ഉള്ള ഇപ്പൊ കേരളത്തിലുള്ള വണ്ടി പ്രാന്തന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല. ഞാനൊന്നും എവിടെയും എത്തിയിട്ടില്ല. എത്ര വണ്ടിയുണ്ട്? ഒരു 4-5 വണ്ടിയുണ്ട്. 6 വണ്ടിയില്ലേ? 6 ബൈക്കെല്ലാം കൂട്ടുവാണെങ്കിൽ 6-7-8 ആയി. ഓക്കെ. ലൈക്ക് വണ്ടി ഇത്ര വണ്ടി വാങ്ങണം എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിനെ കുറിച്ച് 0 നോളജ് ആയിരുന്നു. അതായത് ആദ്യം പണ്ട് ഞാൻ ഇങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ കണ്ടറിയാം. ഞാൻ ഇവന്മാരെന്ത് ഈ ചിന്തിക്കുന്നത്, എന്താ വണ്ടി കണ്ടിട്ട് കുറേ ഈ വണ്ടി പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയല്ല ഞാൻ സംസാരിക്കല്. പിന്നെ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നത് നാനോ കാർ എൻ്റെ കണ്ടിട്ടുണ്ടാവും. ഒരു മഞ്ഞ നാനോ കാറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഇരുന്നിട്ടല്ലേ വൺ ഡേ ബ്രദർ എന്നൊക്കെ പറയാം? അല്ല അത് വേറെ. അതൊരു നാനോ അല്ലായിരുന്നോ? അല്ല അത് നാനോ അല്ല, അത് വേറെ. ഞാൻ കണ്ടപ്പോ ഓക്കെ. അങ്ങനെ നാനോ കഴിഞ്ഞ് ഒരു ഫോർച്യൂണർ എടുത്തു, ബ്ലാക്ക്. പിന്നെ വേറെ ഒന്നും എടുക്കാൻ തോന്നി, ഒരു വൈറ്റ് ഫോർച്യൂണർ എടുത്തു. പിന്നെ അങ്ങനെ വണ്ടി BM എടുത്തു. ഇങ്ങനെ വണ്ടിനെ കുറിച്ച് അറിഞ്ഞ് വണ്ടി ഓടിക്കാൻ പഠിച്ച ആ സമയം എനിക്ക് മുന്നേ വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് വണ്ടിനോടുള്ള ഒരു ക്രേസ് വന്നത്. ക്രേസ് എന്ന് പറയാം, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഇടയിൽ ഞാൻ 0 ആണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായി. ഇപ്പം ഈ ബാക്കിയുള്ള ഈ തമിഴ്നാടും കർണാടക ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പ്രാന്തന്മാരുടെ മെയിൻ ലോകമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് എൻ്റെ മൈൻഡിൽ. ഓക്കെ. അപ്പം തൊപ്പി BMW എടുത്തത് ഭയങ്കര വൈറലായിരുന്നു. അപ്പം അതിന് പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഇല്ലേ? സ്റ്റോറി ഒന്നുമില്ല, എടുക്കാൻ തോന്നി എടുത്തു, അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റോറി, പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി ഒന്നല്ല. എനിക്ക് ഞാൻ വേറൊരാളോട് BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അപ്പം എനിക്ക് ഒരെണ്ണം എടുക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. അത് മോശമല്ല, അങ്ങനെ വേറൊരാൾ ഇതിലേക്ക് വലിച്ചേക്കുന്നത് ഭയങ്കര മോശം. ഒരാളോട് ഞാൻ BMW ഓടിക്കാൻ ചോദിച്ചു. അതായത് ഈ ഫീൽഡിലുള്ളതാണോ? ഏത് ഫീൽഡില്? സോഷ്യൽ ഒരാള് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിലെ ഒരാള് അങ്ങനെ BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. കാരണം ഞാനിപ്പോൾ ഒരു BMW എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും അങ്ങനെ ഒരാൾ വേറൊരാൾക്ക്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷറി വണ്ടി എടുത്ത ഒരാൾ ഒരിക്കലും വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കൂല. അത് അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് മോട്ടിവേഷനായി, അത് എനിക്ക് നല്ലതായി. അങ്ങനെയാണ് BM എടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മുനുവിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുനുവിന് BMW ഇഷ്ടമാണ്. പിന്നെ ഫോർച്യൂണർ എടുത്തതിലും മുന്നിനൊരു പങ്കുണ്ട്. മുന്നിൻ്റെ ഡ്രീം വണ്ടിയായിരുന്നു ഫോർച്യൂണർ. കുറേ കൊല്ലം മുന്നേ, 5-10 കൊല്ലം മുന്നേ, അല്ല 5-8 കൊല്ലം മുന്നേ ഇവരെപ്പോഴും പറയും ഈ ഫോർച്യൂണറിൻ്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ 2 ഫോർച്യൂണർ എടുക്കുന്നത്. ഒന്ന് എനിക്കെന്നുള്ള ലെവലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് കാർസ് ഉള്ളത് കേരളത്തിലാണ്. അപ്പം തൊപ്പിക്കാണെങ്കിൽ മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും, എന്തൊക്കെയായിരിക്കും ചെയ്യുക? മോഡിഫൈ ചെയ്യാൻ എനിക്ക് വലിയ
എനിക്ക് ഒരു പോർച്ച് 911 എടുക്കണമെന്നുണ്ട്. മോഡിഫൈ ചെയ്യാനൊന്നും ആഗ്രഹമില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്, പക്ഷെ ഒരു വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യാൻ ഒന്നും വലിയ താല്പര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ വൈറ്റ് ഫോർച്യൂണർ ഞാൻ എനിക്ക് സ്റ്റിക്കർ അടിച്ച്, അത് മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മോഡിഫൈ ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് ഇതൊരു ഗ്യാങ് വണ്ടി, നമ്മളെ MRG ഗ്യാങ്ങിൻ്റെ വണ്ടിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. പേരൊട്ടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യലില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണോ? മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. തൊപ്പി പറഞ്ഞല്ലോ ഇപ്പം പുതിയ തൊപ്പിയാണ്, നിഹാദ ആണെന്നൊക്കെ. അപ്പൊ ഈ നിഹാദ ആവാൻ ആര് പറഞ്ഞു? ഇത് ആരാ തൊപ്പിയല്ലേ പറഞ്ഞത്? പുതിയ തൊപ്പിയാണ്, പുതിയ നിഹാദാണ്, അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം ഒരു ആക്സിഡന്റ് ആണ്. ഇതെല്ലാം അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. ഞാൻ ഒരിക്കലും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിർത്തിയതിന് നിഹാദ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ തിരിച്ചു വരുവാടാ അങ്ങനെ പറഞ്ഞല്ല ഞാൻ പോകുന്നത്. ഞാൻ എല്ലാം നിർത്തി, ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത്. എൻ്റെ മൈൻഡിൽ ഞാൻ ഇതെല്ലാം നിർത്തി ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിലിരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നിർത്തി 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ്, 5 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് കളയണ്ട ഞാൻ വെച്ചിട്ട് തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് തൊപ്പി അല്ല നിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കാണുന്നത്. മനസ്സിലായോ? അത് കണ്ടപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിയല്ല നിഹാദാന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതല്ല. പിന്നെ കാര്യമാണ് എൻ്റെ ക്യാരക്ടർ കുറേ ചേഞ്ച് വരുത്തി. ഇപ്പം തെറിവിളി ഇല്ല, പിന്നെ അങ്ങനത്തെ ക്രേസി പരിപാടി, പ്രാന്തം കളി, അങ്ങനത്തെ പരിപാടികൾ മൊത്തം നിർത്തി. ലൈക്ക് ഇതിനൊക്കെ എത്രത്തോളം ഈ ഒരു ഗ്യാങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ MRG ഗ്യാങ് എത്രത്തോളം തൊപ്പിയുടെ ചേഞ്ചിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ MRG ഗ്യാങ്ങിലുള്ളവരെ മാറാൻ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് വേണം പറയാൻ. കാരണം എന്നെക്കാളും പ്രാന്തനാണ് ഈ മമ്മു എന്ന് പറയുന്നത്. ഇവരെ എന്നെ നന്നാൻ ഹെൽപ്പ് ചെയ്തതല്ല, ഞാനാണ് ഇവരെ നന്നാൻ ഹെൽപ്പ് ചെയ്തത്. കാരണം മമ്മുവിന്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അത്രക്കും. മമ്മു ഒരു 6 മാസം മുന്നേ ഉള്ള മമ്മുവായിട്ടുള്ള എൻ്റെ ലൈവ് സ്ട്രീംസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം പച്ച പൂര തെറിവിളിയല്ലേ. ഇപ്പം ഞാൻ അതെല്ലാം നിർത്തിച്ചു. ഇപ്പം ഗ്യാങ്ങിൽ ആരും തെറി വിളിക്കില്ല, നമ്മളെ വീട്ടിലാരും തെറി വിളി അല്ല അങ്ങനത്തെ അബ്യൂസീവ് അല്ലെങ്കിൽ ക്രേസി പരിപാടികളില്ല. ക്രേസി പരിപാടികൾ ചെയ്യാം, പക്ഷെ ആർക്കും മോശമില്ലാത്ത ലെവലുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനം എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം തൊപ്പി പറഞ്ഞല്ലോ സിനിമയാണ് ആഗ്രഹം. അപ്പം ഒരുപാട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ, ബിഗ് ബോസിന്റെ ഒക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ തൊപ്പീനെ കാണുന്നുണ്ട്. അപ്പൊ തൊപ്പി ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? എന്താണ് അതിനെ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയില്ല. ഞാൻ എന്തോരം പ്രഡിക്ഷൻ ലിസ്റ്റിൽ എത്ര വർഷം എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും എന്റെ പേര് കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തൊപ്പി ഉണ്ടെങ്കിൽ കപ്പ് തൊപ്പിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും കോള് വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ, കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷത്തിലാണെങ്കിൽ ബിഗ് ബോസ് തന്നെ വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ പോവും. പക്ഷെ ഇപ്പം എനിക്ക് അറിയില്ല, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല.